നമസ്കാരം. അങ്ങനെ ഒടുവില് കേരളക്കര കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കൽ പൂർത്തിയായേക്കാണ്. അൺബോക്സിംഗ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു കൈൻഡ് ഓഫ് അൺബോക്സിംഗ് തന്നെയാണ് ഇവിടെ നടന്നത്. ശരിക്കും ഈ ഒരു വാർത്ത ആദ്യം മുതൽ കേട്ടോണ്ടിരുന്ന ത്രൂ ഔട്ട് ഇത് ഫോളോ ചെയ്ത എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ഫീൽ ചെയ്തിട്ടില്ലേ? ഒരു ചെറിയൊരു സന്തോഷം തോന്നിയില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? അതെന്തുകൊണ്ടാണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ നിയമവ്യവസ്ഥയിൽ നമുക്കൊക്കെ കൂടുതൽ വിശ്വാസം തോന്നിപ്പോകുന്ന ഒരു സംഭവം കൂടി ഉണ്ടായത് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഇന്നലെ ബോബി ചെമ്മണ്ണൂർ എന്ന നിയമത്തെ ധനം കൊണ്ടോ ആൾബലം കൊണ്ടോ വെല്ലുവിളിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെ ഒരു കുറ്റാരോപിതന്റെ ധാർഷ്ട്യത്തിന് നിന്ന നെപ്പിൽ വിറപ്പിച്ച് മുട്ടുമടക്കിച്ച ആ ഇടപെടൽ, ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ ഉണ്ടാകുമ്പോഴാണ് നിയമനീതിന്യായ വ്യവസ്ഥയിൽ ഒരു സാധാരണ പൗരന് വിശ്വാസം ഉണ്ടാകുന്നത്. ആ വിശ്വാസം ഉള്ളപ്പോഴാണ് പ്രാണവായു പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഭരണഘടനയുടെയും അത് വ്യാഖ്യാനം ചെയ്യുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നും അതിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നും അതിൻ്റെ മീതെ പറക്കാൻ ഒരു ധനാഢ്യനോ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നവനോ ഒരു സംഘബലമുള്ള വ്യക്തിക്കോ കഴിയില്ല എന്ന് തോന്നുമ്പോഴാണ് പൗരബോധമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അവനവനെക്കുറിച്ച് ഒരു അഭിമാനം തോന്നുന്നു, അന്തസ്സ് തോന്നുന്നു, തൻ്റെ രാജ്യത്തെക്കുറിച്ചും തൻ്റെ ഭരണവ്യവസ്ഥയെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഒക്കെ ഏറ്റവും സന്തോഷം തോന്നുന്നതും. ഈ വീഡിയോയ്ക്ക് അത് പറഞ്ഞേക്കുന്ന ഓരോ വാക്കും വളരെ കറക്റ്റാണ്. ഈ കാരണം കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നിയത്. ഇവിടെ ജയിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമമാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ നിയമമാണ് ഇവിടെ ജയിച്ചത്. എന്ത് കാര്യത്തിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്നത് നമ്മുടെ നിയമമാണ് എന്നുള്ളൊരു തോന്നൽ എല്ലാ ആൾക്കാരുടെയും ഇടയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൊരു കേസാണിത്. അതുകൊണ്ട് ഗോപൻ സ്വാമിയോട് നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, ആചാരങ്ങളായിക്കോട്ടെ, അനുഷ്ഠാനങ്ങളായിക്കോട്ടെ, നമ്മുടെ വിശ്വാസങ്ങളായിക്കോട്ടെ, അതിനെക്കാട്ടിലൊക്കെ മുകളിലാണ് നമ്മുടെ നിയമം. നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ രാജ്യം പ്രവർത്തിക്കുന്നത്. ആ നിയമങ്ങളെ എല്ലാവരും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഈ രാജ്യത്തുള്ള എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് വിശ്വാസങ്ങളായിക്കോട്ടെ, ഏതൊക്കെ മതമായിക്കോട്ടെ, ഈ നിയമത്തിന് മുകളിലല്ല എന്നുള്ള തോന്നൽ നമ്മുടെ നാട്ടിലെ പൗരന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം കാരണമായി. അതാണ് സത്യം. ഇവിടെ ഇങ്ങനൊരു സംഭവം നടന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇത് വിശ്വാസമാണ്, ആചാരമാണ്, അനുഷ്ഠാനമാണ് എന്ന് പറഞ്ഞത് മാറ്റി വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അക്കംപ്ലിഷ്മെന്റ് ഉണ്ടാവില്ലായിരുന്നു. അവിടെ തോറ്റു പോകുന്നത് നമ്മുടെ നിയമമാണ്. ഇത് എല്ലാ വ്യക്തികൾക്കും ഒരു പാഠമാണ്. ഇത് ആചാരമാണ്, അനുഷ്ഠാനമാണ്, അവിടെ തൊടാൻ പാടില്ല, പൂജ ചെയ്യുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ് അവിടെ തൊടാതിരുന്നെങ്കിലും, അത് പുറത്തെടുക്കാതിരുന്നെങ്കിലും, ഇനി അദ്ദേഹത്തിന്റെ എല്ലാ പഠനങ്ങളും എല്ലാ ടെസ്റ്റും കംപ്ലീറ്റ് ആയതിനു ശേഷം നാച്ചുറൽ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയത്, ജീവൻ പോയത് എന്ന് പറഞ്ഞാലും ഇതായിരുന്നു ശരിയായിട്ടുള്ളൊരു പ്രൊസീജിയർ. നമ്മൾ സംശയിച്ച കാര്യങ്ങളൊന്നുമല്ല സത്യം എന്ന് തെളിഞ്ഞാലും ഇത് തന്നെയാണ് ശരിയായിട്ടുള്ളൊരു പ്രൊസീജിയർ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ ആ കാര്യം മുന്നോട്ട് പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നിയമത്തിന് എന്ത് വിലയാണ്? നമുക്ക് എന്തിനാണ് ഈ നിയമങ്ങൾ? ഒരു നിയമവും ഇല്ലാതെ ആൾക്കാർക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിച്ചാൽ മതിയല്ലോ. അതെന്നുണ്ടെങ്കിൽ നമുക്കൊരു മതമുണ്ട്, മതത്തിനകത്ത് കുറേ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ അനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചു പോയാൽ പോരെ. അതൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഒരു നിയമമുണ്ട്. ആ നിയമത്തിനേക്കാട്ടിൽ മുകളിലല്ല നമ്മൾ ആരും. ആ നിയമത്തിന് താഴെ ആയിരിക്കണം എപ്പോഴും. ഇത് തുറന്നത് വളരെ നന്നായി. തുറന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ്, 100 110% ഉറപ്പാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പീറ്റ് ചെയ്തു വരും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളെങ്ങാനും അവിടെ ചെന്ന് പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പറയും, ഇതിനു മുമ്പ് ഗോപൻ സ്വാമിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അന്നേരം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല, ഇവിടെ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവുണ്ടാവില്ല. അപ്പൊ ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നവർക്ക് ഇതൊരു താക്കീതാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും നിയമമുണ്ട്, ചോദിക്കാനും പറയാനും നിയമമുണ്ട്, നിയമത്തിന് അതീതരല്ല നമ്മൾ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ നാട്ടിലെ പൗരന്മാർക്ക് ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിന് പുറകിൽ പ്രവർത്തിച്ച ആരായിരുന്നാലും അവരെയൊക്കെ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ഇവർ രക്ഷിച്ചത് നിയമത്തെയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റി നിർത്താം. ഇവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ല, അവർ വലിച്ചിട്ടതാണ് ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും. ഇന്നലെ കൂടെ ആ മകൻ അവിടെ പോയി പൂജ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പ്രചരിച്ചിരുന്നു. എന്ത് പൂജ? ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നുമല്ല. അതിനെ പിന്നെ പൂജിക്കേണ്ടയോ പ്രാർത്ഥിക്കേണ്ടയോ ഒരു കാര്യമില്ല. പകരം പൂജ ചെയ്ത് വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് വിശ്വാസികളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. നാച്ചുറലി ആണെങ്കിലും അയാൾക്ക് നാച്ചുറലി ഡെത്ത് സംഭവിച്ചതാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും അവകാശമില്ല. അത് ആൾക്കാരെ കബളിപ്പിക്കുന്നതാണ്. ഇനി വരാനിരിക്കുന്ന റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ,
പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കഴിഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങളും ടെസ്റ്റുകളും എല്ലാം കഴിഞ്ഞ് എന്ത് റിസൾട്ട് വെളിയിൽ വന്നാലും അദ്ദേഹത്തിന് നാച്ചുറൽ ആയിട്ടാണ് ഡെത്ത് സംഭവിച്ചത് എന്നുണ്ടെങ്കിലും ഈ ചെയ്തതൊന്നും ഒട്ടും കൂടുതലല്ല. ഇത് കുറച്ചും കൂടി നേരത്തെ ആക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. 7 ദിവസമായി, 7 ദിവസത്തിന് മുമ്പ് തന്നെ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഉത്തരവിട്ട് അപ്പം തന്നെ as soon as possible അത് ചെയ്യണമായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിൽ അതൊക്കെ ആവശ്യമാണ്. ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും വെച്ച് ആൾക്കാരെ കബളിപ്പിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും അറിയണം, എല്ലാവരും തിരിച്ചറിയുക തന്നെ ചെയ്യണം. നമ്മുടെ നിയമത്തിന് മുകളിലല്ല ഒന്നും എന്ന് തെളിയിക്കാൻ ഈ കേസ് എന്തായാലും കാരണമായി. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം.